ഇല്ല, ഈ കാര്യത്തിൽ ഇപ്പോൾ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ കാണാമെന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പോൾ നേരെ പോകുന്നത് വിജയകുമാർ, എൻ്റെ വാർഡിൽ തന്നെ വോട്ടറായിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് VM സുധീരനെ കാണും. VM സുധീരൻ കണ്ണമ്പുല വാർഡിലെ വോട്ടറാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കാണും. JR പത്മകുമാർ എൻ്റെ ഒരു ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്. അങ്ങനെ ഞാനിങ്ങോട്ട് വന്നതാണ്, അല്ലാതെ വേറെ കാര്യമൊന്നും ഇക്കാര്യത്തിലില്ല. ഈ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞത് തന്നെ. ഇന്നലെ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു. ഇന്നും എൻ്റെ വാർഡിലെ കുറേ ആളുകളുമായിട്ട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ഒരു ക്യാമ്പയിൻ നടത്തിയ ടീമുണ്ട്, ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ ടീം എടുക്കുന്ന തീരുമാനം അത് ചിലപ്പോൾ വിട്ടു നിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുണയ്ക്കണോ പിന്തുണ വാങ്ങണോ, ഈ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചാൽ ഉടനെ അറിയിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ശ്രീ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ കാണാമെന്നതിൽ വേറെ ഒരു കാര്യവുമില്ല. ഞാൻ ഇങ്ങോട്ട് രാവിലെ എണീറ്റപ്പോൾ ഇന്നലത്തെ തിരക്ക് രാത്രി 10 മണിയുടെ പര്യടനവും പരിപാടികളും നന്ദി പറച്ചിലും ഒക്കെ ആയിട്ട് നടന്നു. രാവിലെ എണീറ്റാൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, മാനസികമായി അടുപ്പമുള്ള, സൗഹൃദമുള്ള, പ്രധാനപ്പെട്ട, എനിക്കിഷ്ടമുള്ള കുറേ നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ വി ശിവൻകുട്ടി. അതുപോലെ തന്നെ ഏറ്റവും അടുപ്പമുള്ള ആളാണ് ശ്രീ വിജയകുമാർ. അദ്ദേഹത്തിൻ്റെ പാറ്റൂരിലെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ശ്രീ VM സുധീരൻ്റെ ഗൗരീശോട്ടത്തെ വീട്ടിലേക്ക് പോകും. അദ്ദേഹം അവിടെ ഉണ്ടോ, തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പോകും. അല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയെ 7-8 കൊല്ലം ഇരുന്നപ്പോൾ ഇവരുമായിട്ടെല്ലാം ഒരു അടുപ്പം ഉണ്ട്. ഇവരെല്ലാം പ്രസ് ക്ലബ്ബിൽ വരുന്നവരില്ല. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചു. അവരാരും പിന്തുണ തേടുകയോ അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യില്ല. എന്നെ അഭിനന്ദിച്ചു, സംസാരിക്കാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അറിയാം, ആ നമ്പറിനെ സംഖ്യയെ സംബന്ധിച്ച് അറിയാം. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയൊന്നും ഒരിടത്തും നടന്നിട്ടില്ല. എന്നോടാരും സംസാരിച്ചിട്ടില്ല. അതാണ് സത്യം. ഇന്നലെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പര്യടനത്തിൻ്റെ തിരക്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കായിരുന്നു. പലപ്പോഴും നന്ദി കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കായിരുന്നു. ഇല്ലില്ല, ഞാനതല്ല ആദ്യമേ പറഞ്ഞേ. അങ്ങനെയല്ല, ഞാൻ ഇങ്ങോട്ട് കാണാമെന്നതാണ്. അദ്ദേഹം എന്നെ വിളിച്ചതൊന്നുമല്ല. ഞാൻ രാവിലെ എനിക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ കാണാൻ ഇറങ്ങുകയാണ്. ഞാൻ വേറെ ലിസ്റ്റുണ്ട്, നീണ്ട ലിസ്റ്റുണ്ട്. എനിക്ക് കാണണമല്ലോ ഇവരെല്ലാം. വിളിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടല്ല, വിളിച്ചു, കാര്യം സംസാരിച്ചു, അഭിനന്ദനം അറിയിച്ചു, കാണാമെന്ന് പറഞ്ഞു, അത്രയൊക്കെ ഉള്ളൂ. ഇല്ല, ആരും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം കുളിക്കാനിറങ്ങിയായിരുന്നു. ഞാൻ 5 മിനിറ്റ് ഇരുന്ന് വന്നൊരു 2 മിനിറ്റല്ലേ സംസാരിച്ചുള്ളൂ. കണ്ടില്ലേ, നിങ്ങളെ മുമ്പിലൂടെയല്ലേ ഞാൻ കയറിപ്പോയി. ഞാൻ അപ്പുറത്തെ മുറിയിലിരുന്നു, അദ്ദേഹം വന്നു, 2 മിനിറ്റ് സംസാരിച്ചു, അഭിനന്ദിച്ചു, കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് തൊട്ടു, പോകുന്നു. ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ. ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം ഞാൻ പറയണമെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം നഗരത്തിൽ ഈ 3 മുന്നണികളെയും പരാജയപ്പെടുത്തി ഒരു സ്വതന്ത്രനെ ജയിപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഒരു കോസ്റ്റൽ ഏരിയയിലൊക്കെ ചിലപ്പോൾ നടന്നേക്കും, ഇവിടെ നടക്കുമോ? അപ്പോൾ അത് ചെയ്ത ആളുകളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അതിന് സ്ഥാനവും ഒരു വാഗ്ദാനവും പ്രശ്നമല്ല. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അല്ല, തൊടാമോ തൊട്ടുകൂടായ്മയുണ്ടോ എന്നൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നതേയില്ല. എൻ്റെ അഭിപ്രായം കണിശമാണ്. പിന്നെ കോർപ്പറേഷനെ സംബന്ധിച്ച് പൊളിറ്റിക്സിനുപരിയായി വ്യക്തിപരമായ കുറേയേറെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പല ആളുകളും ജയിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ തന്നെ ഉദാഹരണം, ഞാൻ ഒരു സ്വതന്ത്രനായി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരടക്കം, നേതാക്കന്മാരടക്കം എൻ്റെ കൂടെ ക്യാമ്പയിൻ ഇറങ്ങി. അവരതെല്ലാം രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് CPM മെമ്പർമാർ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, BJPയുടെ പ്രവർത്തകർ, ഇവരെല്ലാം എൻ്റെ ഒപ്പം ഇറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കും? ഇവരുമായിട്ടെല്ലാം ആലോചിക്കാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു തരത്തിലും തീരുമാനിക്കില്ല. ഒരു വാഗ്ദാനത്തിൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കുകയില്ല.